സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനിവിടെ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. പക്ഷെ നമുക്ക് എങ്ങനെ ബാക്കിയുള്ളവർ അന്ന് തന്നെ ചോദിക്കുക? എനിക്കും ആദ്യമൊക്കെ കുറച്ച് ഫേക്ക് ക്യാരക്ടേഴ്സ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനന്ന് ഫസ്റ്റ് ഡേ വന്നപ്പം അമൽ സാർ പറഞ്ഞു ഈ ഓഫീസിൽ കള്ളം ചതി ഇതൊക്കെ ഉണ്ടെന്ന്. പക്ഷെ നമുക്ക് അന്നൊരു ഐഡിയയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരു ഭയങ്കര ഓഫീസ് ഉണ്ട് കേട്ടോ. താൻ പറഞ്ഞത് കറക്റ്റാടോ. ആകെപ്പാട് ജെന്യുവൻ ആയിട്ടുണ്ടായിരുന്ന അമൽ സാർ മാത്രമാണ്. ഇപ്പൊ അത് അയാള് അവരുടെ പക്ഷത്തായി. അല്ല, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം താനും സാറൊക്കെ വിക്ടിമായിരുന്നല്ലോ അവരുടെ. പെട്ടെന്ന് എങ്ങനെയാണ് ഈ പുള്ളി ചേഞ്ച് ആയത്? എടാ, അയാള് മാറിയതല്ല, അയാളെ പറഞ്ഞു മാറ്റിയതാ. ആ, എന്നാ പിന്നെ അത് അവള് തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ കോളേജിലെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, ആരെങ്കിലും എന്തെങ്കിലും ഒരു കള്ളങ്ങൾ പറഞ്ഞു നശിപ്പിക്കാനുണ്ടല്ലോ, ഒരു പ്രത്യേകതരം ബ്രില്യന്റ് ആണ് അവള്. പഠിച്ച കളിയാന്നേ. എനിക്കൊരു കാര്യം അറിയോ, ഞാൻ അവിടെ നിന്ന് പോകുമ്പോ അമൽ സാർ എന്തൊക്കെ എന്റെ അടുത്ത് പറഞ്ഞെന്നറിയോ? കുത്തും മലർത്തും അത് ചെയ്യും ഇത് ചെയ്യും ഒലക്കടെ മൂട്. ഞാൻ ഇപ്പൊ വന്നപ്പോ ദേ കിടക്കണു. ഞാൻ പോയപ്പോ അന്യൻ, തിരിച്ചു വന്നപ്പോ അമ്പി. എന്തൊരു ക്യാരക്ടർ ചേഞ്ച് എന്നറിയോ? ഫസ്റ്റ് പണി കൊടുക്കേണ്ടത് അയാൾക്ക്. ഞാൻ ആലോചിക്കാണ്, ശരിക്കും പറഞ്ഞ തന്നോട് അവര് ചെയ്ത കാര്യങ്ങളൊക്കെ കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയിന്നേ. ഇപ്പൊ എന്നോടാണ് അവരങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ആ സ്പോട്ടിൽ തന്നെ വല്ല വാടകയ്ക്ക് വല്ല തോക്കില്ലേ അതെടുത്ത് എല്ലാത്തിനും വെടിവെച്ചേനെ. എന്നല്ലേ വാടകയ്ക്ക് തോക്ക് ഞാൻ എടുത്തരട്ടെ? എനിക്ക് ചെയ്യാൻ പറ്റുമോ? എടോ, അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ കുഴപ്പം. ഡയലോഗ് അടിക്കാനേ എല്ലാവർക്കും ഭയങ്കര മിടുക്ക, പക്ഷെ ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്റെ പ്രതികാരം വേറൊരാൾ വീട്ടിൽ നിന്ന് വിശ്വസിച്ചു. പക്ഷെ നമുക്കേ നമ്മളേ ഉള്ളൂ. എന്താണെങ്കിലും രണ്ടെണ്ണത്തിന് ഞാൻ ഇവിടെ നിർത്തി പൊറപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് രണ്ടുപേരും എന്റെ കണ്ണിന്റെ മുന്നിൽ കാണുന്നുണ്ടല്ലോ, പെരുവിരലും തരിച്ചു വരും. എടോ, താനിങ്ങനെ ടെൻഷൻ ആവാണ്ടേ. നമുക്ക് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടെന്നേ. ഒരു ടൈം വരും. നീ ആ ജെസ്സിനെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ ഒരു മാർഗം ഉണ്ടെങ്കിൽ പറ. ജെസ്സിനെ ഇവിടുന്ന് പറഞ്ഞയച്ചാ പിന്നെ അവളെങ്ങനെ, പിന്നെ അവൾ ഉള്ളടത്ത് പോയി നമ്മൾ പ്രതികാരം ചെയ്യണ്ടേ? എടോ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവമായിട്ടാണ് അവളെ എന്റെ കൺമുന്നിൽ കൊണ്ടുവന്നത്. അവള് ഇവിടെ ഉള്ളപ്പം പ്രതികാരം ചെയ്യും, അതാണ്. അപ്പൊ നീ എന്താ പറഞ്ഞു പറഞ്ഞ? അവളെ ഇവിടെ തന്നെ നിർത്താനോ? അതല്ല, അവളിവിടെ നിർത്തിയിട്ട് ടോമിനില്ലേ അങ്ങ് കെട്ടിയിടിക്കാം, അതാണ് ബെസ്റ്റ് പ്ലാൻ. എടാ, അതെങ്ങനെ നടക്കും? ഈ അമൽ സാർ ഒരു ദിവസേ ടോമിനെ ഹെഡ് ഓഫീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യണ കാര്യം എന്നോട് സംസാരിച്ചു. പക്ഷെ പിന്നീട് സംഭവിച്ച ചില ഒരു അപ്ഡേഷനും ഒരു ഫോളോപ്പ് ഉണ്ടായില്ല. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് പുള്ളി അന്ന് അന്യനും കൂടെ ആയിരുന്നു. പക്ഷെ ഇനിയിപ്പോ അത് പുള്ളിനെ കൊണ്ട് ചെയ്യിക്കാനാണ് ടാസ്ക്. ഹെഡ് ഓഫീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യമാണോ പറഞ്ഞത്? ആ, അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ടീം ഹെഡ് ആവുമായിരുന്നു. എന്റെ ഒരു ചാൻസ് ആണ് മിസ്സായത്. ഹെഡ് ഓഫീസിലേക്കാണ് ടോമിനെ ഷിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിലേ എനിക്ക് ചിലപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിരിക്കും. ഞാനേ ഐസക് സാർ ഒന്ന് വിളിച്ചു നോക്കട്ടെ, എന്താ കാര്യം ഒന്ന് ചോദിച്ചു നോക്കാം. അത് മതി.